ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ്. വേറെ നല്ലൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഡിക്കാത്ലോണിൽ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും വാങ്ങാനല്ല, അപ്പോൾ ചേട്ടൻ്റെ മോന് ഒരു സ്കേറ്റിംഗ് ഷൂ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഇത്ര ആർഭാടം. അപ്പോൾ നമുക്കിതിനെ പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല, പക്ഷെ അവന് നല്ല ബോധ്യം ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകണേ കേട്ടോ. അപ്പോൾ അവൻ്റെ അമ്മയൊന്നും വന്നിട്ടില്ല, ഞങ്ങളാണ് അവനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അവങ്ങനെ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ അവങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാണിച്ചു തരാണ് ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല, അപ്പോൾ അവൻ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് അവിടെ പോയപ്പോൾ ദുരുക്കൂട്ടി ബോൾ സെക്ഷനിൽ പോയിട്ട് കുറച്ച് ബോൾസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ബോളെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഗൈഡ് ചെയ്യാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ധ്രുവ് ബേബി ഒരു സൈക്കിൾ, അവളുടെ സൈസിനൊരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര പ്രോ റൈഡറിനെ പോലെ അത് ഉന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതാ പിന്നെ എല്ലാ സൈക്കിളും പോയി പിടിച്ച് നോക്കലും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോകാൻ ചിലപ്പോഴുള്ള അവസരം കിട്ടുള്ളൂ. അപ്പോൾ ധ്രുവ് ബേബിക്കാണ് ഭയങ്കര സന്തോഷമായി, കുറേ കുട്ടികളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇത് പ്രശാന്ത് എന്നാണ് ഇവൻ്റെ പേര്. എൻ്റെ ഒപ്പം പഠിച്ചതാണ്, ഡിഗ്രിക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവൻ ഡിക്കാത്ലോണാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനെ തന്നെ കിട്ടി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേറ്റിംഗ് ഷൂ ആദ്യം സെലക്ട് ചെയ്തു. അപ്പോൾ അത് ആദ്യം ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാലിൻ്റെയൊക്കെ സൈസൊക്കെ നോക്കിയിട്ടാണ് ഷൂ സെലക്ട് ചെയ്തെടുത്തേട്ടാ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതിനൊപ്പം തന്നെ ഹെൽമെറ്റ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽമെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ധ്രുബിബായിട്ട് എല്ലാ ബോൾസും വലിച്ച് വാരി എറിയലാണ് കേട്ടോ പണി. അപ്പോൾ അത് എടുത്തു കൊടുക്കലാണ് എൻ്റെ പണി, എടുത്ത് തിരിച്ച് വെക്കൽ. അപ്പോൾ അവനെ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്, കാരണം അവനത് ഇട്ടിട്ട് ഒരു ബാലൻസ് കിട്ടാത്ത പോലെ തോന്നി. അപ്പോൾ അത് പ്രശാന്ത് അവനെ ഒന്ന് പിടിച്ചിട്ട് പോകുന്നുണ്ട്, ഒരു സ്ലിപ്പാവുന്ന പോലൊക്കെ. അവനും ഒരു കോൺഫിഡൻസ് ഇല്ല, അത് കാണുമ്പോൾ നമുക്കും ഇപ്പോൾ വീഴുന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് പിന്നെ നമ്മൾ വേറൊരു ഷൂ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു സ്കേറ്റിംഗ് ഷൂ നോക്കിയിട്ട് അപ്പോൾ അവൻ സപ്പോർട്ടില്ലാണ്ട്, വിത്തൗട്ട് സപ്പോർട്ട് അവൻ അത് വെച്ചിട്ട് സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടോ. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പരിചയത്തിൽ ഒരാളിങ്ങനെ സ്കേറ്റ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുവ് ബേബിക്ക് ഒരു കൂട്ടുകാരിനെ ഇവിടെ കിട്ടി. പിന്നെ കൂട്ടുകാരി ബോൾ എടുക്കുന്നുണ്ട്, എൻ്റെ ഒരു കുശുമ്പും അസൂയുകൊണ്ടും ധ്രുവ് ബേബി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ഇത് കൊള്ളാം, അവൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഇതുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർ സ്കൂളിൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ നമ്മൾ ഈ സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ അതിൻ്റെ ഇന്ന റൂൾസ്, ഇന്ന സാധനം വേണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഏതെങ്കിലും എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വന്നത്. അവർക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷൂ വാങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അവൻ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം വേറെ ഒന്നത്, ഇത് നമുക്ക് അവർ പറഞ്ഞു ഇത് നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കാല് വലുപ്പം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും പ്രശാന്ത് അവിടെ നിന്ന് പോയി, നമുക്ക് വേറൊരു കുട്ടി വന്നു നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ധ്രുവ് ബേബിക്ക് പറ്റിയൊരു സൈക്കിൾ, നേരത്തെ അവൾ കണ്ടുപിടിച്ച സൈക്കിൾ അച്ഛൻ അവളെ റൈഡ് ചെയ്യിപ്പിക്കണം. ചെറിയൊരു ഇതുള്ളൂ, അവൾക്ക് ശരിക്കും അവളെ സൈസിനൊത്തൊരു സൈക്കിൾ തന്നെയായിരുന്നു. അപ്പോൾ ധ്രുവിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിളൊക്കെ കാണുന്നത്. അപ്പോൾ അതിലൊന്ന് റൈഡ് ചെയ്യിപ്പിച്ചത് ചേട്ടൻ സൂപ്പറായിട്ട് അടുത്ത ഷൂവിൽ അവൻ നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ധ്രുബിയുടെ സൈക്കിളും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു വൈബാണ്. പിള്ളേർക്ക് ഭയങ്കര, ധ്രുബയ്ക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം അവളെ കുറേ പിള്ളേരുണ്ട്, ബോള് എല്ലാം കൊണ്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടായതാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സൈക്കിൾ ചവിട്ട് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് അവർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാലുകൊണ്ട് തുഴഞ്ഞ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിളാണ്. ഇതിൽ പെഡൽ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചേട്ടനെ വാങ്ങിക്കുന്നതിൽ നിന്ന് അതിൽ പിന്തിരിപ്പിച്ചു ഒരു വിധത്തിൽ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമ്മളത് ഈ ഷൂ ആയിട്ട് അവന് വേണ്ടി സെലക്ട് ചെയ്തിട്ട് അത് വാങ്ങിച്ചു. അതുപോലെ തന്നെ അവന് നമ്മൾ ഹെൽമെറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയ്ക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാൻ